നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ട മഞ്ചൂരിയൻ തയ്യാറാക്കിയെടുക്കാം അല്ലേ. നമ്മൾ സാധാരണ ചിക്കൻ മഞ്ചൂരിയനും അതുപോലെ തന്നെ ഗോബി മഞ്ചൂരിയനൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാം. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടിയും പൊറോട്ടയുടെ കൂടിയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് മുട്ട തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന മുട്ട മഞ്ചൂരിയനിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നമ്മൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ മുട്ടയിൽ നമുക്ക് മഞ്ഞ ആവശ്യമില്ല. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ളം മാത്രം എടുക്കുക. എന്നിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഞാനിവിടെ കത്തി വെച്ചിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ഒരു സവാള വേണം. ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള അത്യാവശ്യം കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്ത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. നല്ല സ്പൈസി ആയിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 3-4 വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ട് സോയാ സോസ് ചേർക്കാം. ഇത് ലൈറ്റ് സോയാ സോസാണ്. ഡാർക്ക് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപയോഗിച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് പിന്നീട് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ടേക്ക് എടുക്കുന്ന മൈദയുടെ അളവ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ആണ്. അതായത് നേർ പകുതി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊടികളും മസാലകളൊക്കെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഈ ഇഞ്ചിയും വെളുത്തുള്ളി അതുപോലെ സവാളയൊക്കെ ഈ മുട്ടയായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കുക. കൈ വെച്ചിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടും കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതായത് നമ്മൾ 3 പുഴുങ്ങിയ മുട്ടയും ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്ന മഞ്ചൂരിയൻ റെസിപ്പി പോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവോ അതല്ലെങ്കിൽ എരിവിന് കുരുമുളക് പൊടിയോ ആവശ്യാനുസരണം ഉപ്പൊക്കെ ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്നങ്ങ് കുഴച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഒത്തിരി അങ്ങ് ലൂസായി പോയിന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കോൺഫ്ലോർ അതുപോലെ തന്നെ മൈദയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണിനടുത്ത് കോൺഫ്ലോറും 1/2 ടേബിൾ സ്പൂണിനടുത്ത് മൈദയും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു പാകം കണ്ടോ, നമ്മൾ കയ്യിൽ വെച്ച് നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ തയ്യാറാക്കി എടുക്കില്ലേ, നമ്മൾ മുട്ട ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാറില്ലേ, ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഒരു പാത്രം വെച്ച് അതിനകത്ത് ആവശ്യാനുസരണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മഞ്ചൂരിയൻ പോലെയുള്ള റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയേക്കാളും നമ്മൾ സാധാരണ വെജിറ്റബിൾ ഓയിൽ ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. നല്ലതുപോലെ ചൂടായി വന്ന എണ്ണയിലോട്ടേക്ക് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബോൾസായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ആദ്യം ചെയ്ത സമയത്ത് കുറച്ച് വലിപ്പത്തിൽ ചെയ്തു പോയി. അപ്പോൾ കുഞ്ഞു സൈസായിട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഓരോന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ ഫ്ലെയിമിൻ്റെ കാര്യം നമ്മൾ സാധാരണ ഉള്ളിവടയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ടല്ലോ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇതും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ ഡബിൾ ഫ്രൈ 2 തവണയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് ഒന്നുകൂടി ക്രിസ്പി ആകാൻ. അപ്പോൾ ഈ ഒരു മുട്ട വെച്ച് ചെയ്യുന്നതിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ആദ്യത്തെ തവണ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രീതിയിൽ തയ്യാറായി കിട്ടും. അപ്പോൾ കളർ കണ്ടില്ലേ, ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളറാകുന്ന രീതിയിൽ ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇതുപോലെ നമുക്ക് തയ്യാറായി കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കിയുള്ള മുഴുവൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിലോട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന പാത്രത്തിനകത്തോട്ടേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത എണ്ണ തന്നെയാണ് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 3-4 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുള്ളത് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഞാനിപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ട് 1 ടീസ്പൂൺ മുഴുവനായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കൊത്തി എരിഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ഉപയോഗിക്കാം. എരിവിനനുസരിച്ച് നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് 4-5 എണ്ണൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല സ്പൈസി ആയിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കൂടി എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വരുന്ന രീതിയിൽ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഒരു മീഡിയം സൈസായിട്ടുള്ള സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിന് പകരം നമ്മൾ സാധാരണ മഞ്ചൂരിയനിലൊക്കെ അരിയുന്ന രീതിയിൽ നല്ല വലിപ്പത്തിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് ഒത്തിരി കളർ മാറി ബ്രൗൺ ആകുന്ന രീതിയിലൊന്നും ചെയ്തെടുക്കേണ്ട.
ജസ്റ്റ് സവാള ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം ഒന്നങ്ങ് കുഴഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ ഇതിലോട്ടേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു കാണാനുള്ള ഭംഗിയൊക്കെ വേണമെന്നാണെങ്കിൽ ക്യാപ്സിക്കം ഇങ്ങനെ ഓരോ കളറിലുള്ളത് നമ്മൾ റെഡും ഗ്രീനും യെല്ലോയൊക്കെ വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തും കാണാനൊക്കെ നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്യണം നിർബന്ധമില്ല. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ കിട്ടണമെന്നാണെങ്കിൽ മാത്രം ഇതുപോലെ റെഡിയാക്കി എടുത്താൽ മതി. ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം അങ്ങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങ് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടിയും കൂടെ തന്നെ ഒരു 2 പിഞ്ച് ഒരു 1/4 ടീസ്പൂണിനടുത്ത് പഞ്ചസാര, 1 ടീസ്പൂൺ മുഴുവനായിട്ട് വിനാഗിരി വിനാഗിരി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ എല്ലാം ഒന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. വളരെ കുറഞ്ഞ സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടേക്ക് ടൊമാറ്റോ സോസാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2.5 ടേബിൾ സ്പൂൺ എടുത്ത് ടൊമാറ്റോ സോസാണ് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള റെസിപ്പി നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എടുക്കുന്ന സമയത്ത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് ചില്ലി സോസാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് രണ്ടും ഒരേ അളവിൽ 2.5 ടേബിൾ സ്പൂൺ വെച്ച് തന്നെ ചെയ്തെടുക്കാം. ഇനി സോയാ സോസ് ഞാൻ ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് തന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് തന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് സോയാ സോസ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. അതുപോലെ തന്നെ സോയാ സോസ് ഡാർക്ക് കളറാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉള്ളവർ അത് ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോസൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി സമയം നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ല. ഒരു വളരെ കുറഞ്ഞ സെക്കൻഡ് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇതിന് ആ സോസിൻ്റെയൊക്കെ ഒരു കളർ വന്ന് ചെറുതായിട്ടൊരു കളർ ചേഞ്ചൊക്കെ വന്നു തുടങ്ങും. ആ ഒരു സമയമാകുമ്പോൾ വേണം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ മസാലയായിട്ടൊന്ന് ചേർന്ന് ഈ സോസൊക്കെ ആയിട്ട് നമ്മുടെ മുട്ട ചേർന്ന് വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. മസാലയൊക്കെ ആയിട്ട് നല്ലതുപോലെ ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിനകത്തോട്ടേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലോറിൻ്റെ മിക്സ് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിന് മുന്നേ വരെയുള്ള ആ ഒരു സ്റ്റെപ്പ് വരെ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു സെമി ഗ്രേവിയൊക്കെ ആയിട്ട് വേണമെന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ കോൺഫ്ലോർ മിക്സ് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. എന്നിട്ട് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു കോൺഫ്ലോറിൻ്റെ ആ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അത് മാറി വരുന്ന ആ ഒരു കുറഞ്ഞ സമയം മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി സമയം ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് വല്ലാതെ അങ്ങ് കട്ടിയായി പോകും. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇത് തന്നെ വേറൊരു മെത്തേഡിൽ നമ്മൾ മുട്ട മഞ്ചൂരിയൻ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളിത് സ്റ്റീം ചെയ്ത് മുറിച്ചെടുത്തിട്ടൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ശരിക്കും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഇതിനകത്ത് മസാലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.